മതിലകം ഇരട്ട കൊലപാതക കേസിലെ പ്രതികളായ രണ്ടുപേർക്ക് ഇരട്ട ജീവപര്യന്തം. ശംഖുബസാർ സ്വദേശികളായ രശ്മി, ദേവൻ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയുടെ സാന്നിധ്യം മൂലം ചാലക്കുടിയിൽ ജനങ്ങൾ ഭീതിയിൽ. പുലിയെ പിടികൂടാൻ തിങ്കളാഴ്ച ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ദേശമംഗലം കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ തല്ലിച്ചതച്ചു. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി റോഡരികിൽ മെറ്റൽ കൂനുകൾ. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാട് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. നാലമ്പല വിളക്കുവെപ്പ്, മാലകൾ, പൂവുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വഴിപാടുകളുടെ നിരക്കുകളാണ് വർദ്ധിപ്പിച്ചത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മതിലകം ഇരട്ട കൊലപാതക കേസിലെ പ്രതികളായ BJP പ്രവർത്തകരായ രണ്ടുപേർക്ക് ഇരട്ട ജീവപര്യന്തം. ശംഖുബസാർ സ്വദേശികളായ പൂളിപ്പറമ്പിൽ വീട്ടിൽ മിട്ടു എന്ന രശ്മിത്ത്, ചള്ളിയിൽ വീട്ടിൽ ദേവൻ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ ഇരുവരും 4 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനുമാണ് ശിക്ഷാവിധി. 2012-ലാണ് കേസിനാസ്പദമായ സംഭവം. ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ മതിലകം സ്വദേശികളായ സുധി, മധു എന്നിവരെ കുത്തിക്കൊലപ്പെടുത്തിയത്. മതിലകം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നടന്ന വളരെ നിഷ്ഠൂരമായൊരു കൊലപാതകമാണ്. ഉത്സവപ്പറമ്പിലുണ്ടായിട്ടുള്ള ഒരു വൈരാഗ്യത്തോടനുബന്ധിച്ച് രണ്ടുപേരെ കത്തിയെടുത്ത് നിർദാക്ഷിണ്യം കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കേസിലാണ് 2 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ വീതം പിഴയും, അതായത് മൊത്തം 4 ലക്ഷം രൂപ. കൂടാതെ പിടിച്ചു നിർത്തി റോങ്ഫുൾ റിസ്ട്രെയിൻ്റ് എന്ന് പറയുന്ന 341 അനുസരിച്ചുള്ള 3 മാസത്തെ തടവും കൂടിയും ഇതിൽ വളരെ മാതൃകാപരമായൊരു ശിക്ഷയാണ്. ഇത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകത്തിന് സമൂഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു ശരിയായൊരു സന്ദേശമായിട്ട് തന്നെയാണ് ഇതിന് കാണുന്നത്. ഇതിലാകെ 35 സാക്ഷികളെ വിസ്തരിച്ചു. 34ഓളം രേഖകളും അതുപോലെ തന്നെ 27 തൊണ്ടി മുതലുകളുമാണ് ഈ കേസിലേക്ക് ഉണ്ടായത്. ഇതിൽ ദൃക്സാക്ഷി മൊഴികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ രേഖകളടക്കമുള്ള മൊഴികളും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളും ആധാരമാക്കിയിട്ടാണ് ഈ കേസ് വിധി പറഞ്ഞിട്ടുള്ളത്. ഡിവൈഎസ്പി നവാസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP അജയ്കുമാർ കോടതിയിൽ ഹാജരായി. TCV തൃശൂർ. ചാലക്കുടിക്ക് പിന്നാലെ കാടുകുറ്റിയിലും പുലിയിറങ്ങി. വെള്ളിയാഴ്ച രാത്രി അഞ്ഞനാട് വട്ടക്കോട്ടയിലുള്ള വീട്ടിലെത്തിയ പുലി നായയെ വകവരുത്താൻ ശ്രമിച്ചു. കണക്കാപ്പറമ്പിൽ നന്ദിനിയുടെ വീട്ടിലെ 3 മാസം പ്രായമുള്ള നായക്കുഞ്ഞിനെയാണ് പിടിച്ചുകൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു. ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും RRT സംഘം സ്ഥലത്തെത്തി രാത്രി തന്നെ തെരച്ചിൽ നടത്തി. ശനിയാഴ്ച രാവിലെയും പരിശോധന നടന്നു. വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന നായയുടെ ഒച്ച കേട്ട് നന്ദിനി അകത്തുനിന്ന് നോക്കിയതായിരുന്നു. നായയെ ചങ്ങലയിൽ നിന്നും കടിച്ചു വലിച്ചു നിന്ന ജീവി വീട്ടുകാരുടെ ശബ്ദം കേട്ടതോടെ ഓടിപ്പോവുകയും ചെയ്തു. നായയെ ആക്രമിച്ചത് പുലി തന്നെയാണെന്നാണ് നന്ദിനിയുടെ മകൻ അനീഷ് പറഞ്ഞത്. MLA അടക്കമുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. പുലിയെ കണ്ടെത്തി മയക്കുവെടി വെക്കണമെന്ന് MLA പറഞ്ഞു. കൂട് വെച്ച് മാത്രം പ്രയോജനമായില്ല. ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുണ്ട്. മാസമായിട്ട് ഫോറസ്റ്റിന്റെ കൂടുതൽ RRT ടീം വന്ന് ഈ പ്രദേശങ്ങൾ പരിശോധിച്ച് മയക്കുവെടി വെച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി അടക്കമുള്ള ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുലിഭീതി നിലനിൽക്കുന്ന ചാലക്കുടി, കണ്ണമ്പുഴ, മൂഞ്ഞേലി എന്നീ സ്ഥലങ്ങളുടെ പുഴയുടെ മറുകരയിലാണ് അഞ്ഞനാട് പ്രദേശം. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും കേന്ദ്രീകരിച്ച് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താൻ വനപാലകർ തീരുമാനിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടിയിലെ പുലിയെ പിടികൂടാൻ തിങ്കളാഴ്ച ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. പുലിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ രാമനിലയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുലിയെ പിടികൂടാൻ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കും. ഞായറാഴ്ച തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഒരാഴ്ചയായിട്ട് ഈ ആശങ്ക തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. ചറങ്ങരയിൽ ആദ്യം കണ്ടു, പിന്നെ കൊരട്ടിയിൽ കണ്ടു, പിന്നെ ചാലക്കുടി SH കോളേജിൻ്റെ പരിസര പ്രദേശത്ത് 24-ാം തീയതി കണ്ടു. ഇന്നലെ 2 കേന്ദ്രങ്ങളിൽ ആശങ്ക പറഞ്ഞു. ആദ്യമുള്ള 3 കേന്ദ്രങ്ങളിലും പുലി തന്നെയാണ് എന്ന് CCTVകളിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് ഒരു രാത്രി ഉൾപ്പെടെ നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു തെർമൽ ഡ്രോൺ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഇന്ന് രാത്രി തന്നെ അവിടെ സ്ഥാപിച്ച ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തും.
നാളെ കണ്ണൂരിൽ നിന്ന് കൂടി ഒരു തെർമൽ ഡ്രോൺ കൂടി കൊണ്ടുവന്ന് 2 ഡ്രോണുകൾ രാത്രിയും വനമേഖലയ്ക്കകത്ത് വളരെ സൂക്ഷ്മതലത്തിൽ പോയി പരിശോധിക്കാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഒരു കാര്യം. കുറച്ചുകൂടി കൂടുതൽ എണ്ണം കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് പുതിയ കേന്ദ്രങ്ങളിൽ കൂടി പുലിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം. 3 തിങ്കളാഴ്ച കൂടുതൽ ആളുകളെ കൂടി സമാഹരിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും തെരച്ചിലിന് വിധേയമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ജനകീയ തെരച്ചിൽ 4-5 സ്ക്വാഡുകളായി തിരിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ നാളെ ഫോറസ്റ്റ് വകുപ്പ് തയ്യാറാക്കി കളക്ടർക്ക് കൈമാറും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ടി ജെ സനീഷ് കുമാർ ജോസഫ് MLA, ADM ടി മുരളി, DFOമാരായ M വെങ്കടേശ്വരൻ, R ലക്ഷ്മി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ദേശമംഗലം കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ തല്ലിച്ചതച്ചു. കൊണ്ടയൂർ സ്വദേശി സുരേഷാണ് അമ്മ ശാന്തയെ മരവടി കൊണ്ട് തല്ലിച്ചതച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് മർദ്ദനം നടന്നത്. ശനിയാഴ്ച രാവിലെ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് എത്തി ശാന്തയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 കൊല്ലം മുൻപ് സഹോദരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുരേഷ്. തൃശൂർ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടിരിക്കുന്ന മെറ്റൽ കൂനകൾ അപകടക്കെണിയായി മാറുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. ഇത് നന്നാക്കി കിട്ടണമെന്ന ജനങ്ങളുടെയും യാത്രക്കാരുടെയും ആവശ്യത്തിനും പഴക്കമേറി. ഇക്കാര്യം നേരത്തെ TCV വാർത്ത നൽകിയിരുന്നു. അതിലിപ്പോഴും പരിഹാരമായിട്ടില്ല. ഇങ്ങനെയുള്ളപ്പോഴാണ് ഇതേ റോഡിന്റെ കൈപ്പറമ്പ്, ചൂണ്ടൽ എന്നീ 2 ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി സംഗമ പ്രദേശത്ത് കരിങ്കല്ല് മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതാണ് വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്. മെറ്റലുകൾ റോഡിലേക്ക് നിരന്നതോടെ ഇരുചക്രവാഹന യാത്രികർക്ക് അപകടക്കെണിയായി മാറി. റോഡിലെ വളവിനോട് ചേർന്ന ഭാഗത്താണ് മെറ്റൽ കൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നതെന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയുമാണ്. ടേണിങ് കൂടിയാണ് ഈ സ്ഥലം. ഈ ടേണിങ്ങിൽ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പുറത്തൊന്നുള്ള വാഹനങ്ങൾ കാണുന്നില്ല. അതിൽ കൊടുത്തിട്ട് കുറേ മെറ്റൽ കൊടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി പൊട്ടിപ്പൊളിച്ച് കിടക്കുന്ന റോഡ് ആകെ തകർന്ന് ശോചനീയമായി കിടക്കുമ്പോൾ അത് പണി തീർക്കാനായിട്ടോ അല്ലെങ്കിൽ റോഡ് ഉയരം കൂട്ടാനായിട്ടോ ഈ ടേണിങ്ങിൽ കൊടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി 2-4 ദിവസത്തിനകം പണി തീർക്കാതിരിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നിത്യേന ഇവിടെ അപകടങ്ങൾ മാത്രമേ ഉള്ളൂ. ബോളർ മൊത്തം റോഡിൽ പരന്നെടുക്കുക, ബോളറിന് മുകളിലേക്ക് കയറി അവരവിടെ വീഴുന്നു. തകർന്നു കിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായിട്ടാണ് മെറ്റൽ ഇറക്കിയതെന്നായിരുന്നു പ്രദേശവാസികൾ കരുതിയിരുന്നത്. എന്നാൽ വാർഡ് മെമ്പർമാരെ അടക്കം സമീപിച്ചപ്പോഴാണ് ഇത് ഇറക്കിയത് എന്തിനാണെന്നോ ആരാണെന്നോ ആർക്കും ധാരണയില്ലെന്ന് വ്യക്തമായത്. 3 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ ദൂരം. ഒരു ബൈപ്പാസ് മാതിരിയുള്ള ഒരു റോഡാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പറമ്പ് എന്ന പഞ്ചായത്തുകാർ റോഡ് നേരെയാക്കിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടൽ പഞ്ചായത്തുകാർ റോഡ് നേരെയാക്കുന്നില്ല. വർഷക്കാലമായ പറയേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഞ്ചി ഇറക്കിയിട്ട് പോകുന്ന ലെവലിലാണ് കുടികൾ കിടക്കുന്നത്. ഈ റോഡ് എന്തെങ്കിലും ഒരു പുനരുജ്ജീവനം ഉണ്ടാവുമോ? പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണിപ്പോൾ. അതേസമയം വിഷയം ചൂണ്ടിക്കാട്ടി പ്രദേശവാസിയായ രാജൻ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ചൂണ്ടൽ, കൈപ്പറമ്പ് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർക്കും കത്തയച്ചിട്ടുണ്ട്. വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പേ വിഷയത്തിൽ അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാട് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. നാലമ്പല വിളക്കുവെപ്പ്, മാലകൾ, പൂവുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വഴിപാടുകളുടെ നിരക്കുകളാണ് വർദ്ധിപ്പിച്ചത്. വഴിപാട് സാധനങ്ങളുടെ വില വർധനയെ തുടർന്നാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പുതുക്കിയ നിരക്ക് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. നാലമ്പലം വിളക്കുവെപ്പ് വഴിപാട് 13,000 രൂപയായും വലിയ നിറമാല 8,000 രൂപയായും നിറമാല 300 രൂപയുമായാണ് വർദ്ധിപ്പിച്ചത്. ഉണ്ടമാല, അർച്ചന എന്നിവയ്ക്ക് പുറമെ വിവാഹം, വാഹനപൂജ എന്നിവ ഷീട്ടാക്കുന്നതിനുള്ള നിരക്കുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടകളായ 6 പേർക്കെതിരെ കാപ്പ ചുമത്തി കാപ്പ നിയമപ്രകാരം നടപടികൾ സ്വീകരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ പനങ്ങാട് പോഴങ്കാവ് സ്വദേശി ചെന്നാറ വീട്ടിൽ മുത്തു എന്ന് വിളിക്കുന്ന ധനേഷിനെ 1 വർഷത്തേക്കും, കയ്പമംഗലം സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാബിദ്, കരൂപ്പടന്ന സ്വദേശി മാക്കാംതറ വീട്ടിൽ അമീൻ, ലോകമല്ലേശ്വരം തിരുവള്ളൂർ സ്വദേശി കൊറാശ്ശേരി വീട്ടിൽ വൈശാഖ്, ലോകമല്ലേശ്വരം കാരൂർ മഠം സ്വദേശി കുന്നത്തുപടിക്കൽ വീട്ടിൽ തനൂഫ്, കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി കുതിരപ്പള്ളി വീട്ടിൽ തിലേഷ് എന്നിവരെ കാപ്പ പ്രകാരം 6 മാസക്കാലത്തേക്കുമാണ് നാടുകടത്തിയത്. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 31 പേരെ കാപ്പ പ്രകാരം ജയിലിൽ അടച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ ലോഡ്ജ് മുറി വൃത്തിയാക്കാനെന്ന വ്യാജേനയെത്തി താമസക്കാരുടെ പണം കവർന്നയാളെ പിടികൂടി പോലീസിന് കൈമാറി. ചെറുതുരുത്തി താഴപ്പുറ വീട്ടിൽ ഉദയനാണ് പിടിയിലായത്. പടിഞ്ഞാറേ നടയിലെ ശ്രീ വെങ്കടേശ്വര ലോഡ്ജിലാണ് സംഭവം. ക്ഷേത്ര ദർശനത്തിനെത്തിയ കൊല്ലം സ്വദേശി ശൈലജയുടെ 1,500 രൂപയാണ് കവർന്നത്.
ദർശനം കഴിഞ്ഞ് ഇവർ നാട്ടിലേക്ക് പോകാൻ സാധനങ്ങൾ ഒതുക്കി വയ്ക്കുകയായിരുന്നു. ഈ സമയത്താണ് മുറി വൃത്തിയാക്കാൻ എന്ന പേരിൽ ഇയാളെത്തിയത്. മുറി വൃത്തിയാക്കി തിരികെ പോകുന്നതിനിടയിലാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ട വിവരം താമസക്കാർ അറിയുന്നത്. ഉടൻ തന്നെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പരിശോധിച്ചപ്പോൾ പണം കണ്ടെത്തി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാവിനെ ജീവനക്കാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ടെമ്പിൾ SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. അളഗപ്പ നഗരപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ആമ്പല്ലൂരിലെ ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടത്താൻ വ്യാപാരികൾക്ക് ഭരണസമിതി ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ച് CPM പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവർക്ക് അനുമതി നൽകിയതെന്നും പ്രസിഡന്റ് രാജിവെക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. കണ്ണായ സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച് അർഹതപ്പെട്ടവർക്ക് നൽകണമെന്ന കമ്മിറ്റി തീരുമാനം ഭരണസമിതിയും സെക്രട്ടറിയും അട്ടിമറിച്ചു. പഞ്ചായത്തിന് വാടക നഷ്ടപ്പെടുത്തുകയും കോടതിയിൽ നടക്കുന്ന കേസ് മീഡിയേഷൻ നൽകി വ്യാപാരികൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് പ്രസിഡന്റും സെക്രട്ടറിയും ചെയ്തതെന്നും സമരക്കാർ ആരോപിച്ചു. അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ പഞ്ചായത്ത് കച്ചവടക്കാരോട് ആവശ്യപ്പെട്ടതോടെയാണ് ഉപരോധം പിൻവലിച്ചതെന്നും സമരക്കാർ അറിയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PS പ്രീജു, ശൈലജ നാരായണൻ, സജന ഷിബു, ജിഷ്മ രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത്. CPM ലോക്കൽ സെക്രട്ടറിമാരായ PK വിനോദ്, സോജൻ ജോസഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KN ബിജു, PN ബിനീഷ്, PS വിനോദ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നിയമത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഉപകരിക്കുമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് KP ജയകുമാർ. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ 2 ദിവസം നീണ്ടുനിൽക്കുന്ന തൃശൂർ ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AILU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CJ ബിമൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് അറ്റോർണി അംഗം അഡ്വക്കേറ്റ് N മനോജ്, അഡ്വക്കേറ്റ് UP ജോസഫ്, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് KD ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരക്കോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കവുങ്ങുകൾ മുറിച്ചിട്ട് അടയ്ക്ക മോഷ്ടിച്ചതായി പരാതി. പരാത്തുകുളം ചൊവ്വലൂർ ബാബുവിന്റെ പറമ്പിലെ 5 കവുങ്ങുകളാണ് മുറിച്ച് നശിപ്പിച്ചിട്ടുള്ളത്. മരം മുറിച്ച് അടക്ക മോഷ്ടിച്ചതിനാൽ വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കർഷകനായ ബാബു ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയുടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ ഊട്ടുപാറ ബസ് സ്റ്റാൻഡ് വരെയാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. MP K രാധാകൃഷ്ണൻ, MLA സേവ്യർ ചിറ്റിലപ്പള്ളി, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ, വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ പൊയ്യ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പൂപ്പത്തിയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷൻ സാബു കൈതാരൻ, ജോളി സജീവ്, എക്സൈസ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. കണ്ടച്ചങ്കടവ് അങ്ങാടിയിലെ മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നു. കോഴിക്കടകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് മണലൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകി. മണലൂർ പഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി മെഗാ ശുചീകരണ യജ്ഞത്തിനെത്തിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവരാണ് മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയത്. കോഴി മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ മേഖലയിൽ രൂക്ഷഗന്ധമാണ്. പരിശോധനയിൽ കോഴിക്കടയുടെ പുറകുവശത്തെ ചുമർ തുറന്നാണ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നതെന്ന് കണ്ടെത്തി. വ്യാപാരി സംഘടനകളുമായി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, സെക്രട്ടറി ദീപ എന്നിവർ ചർച്ച ചെയ്തു. അങ്ങാടിയിലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് പലതിനും ലൈസൻസ് െന്ന് അധികൃതർ കണ്ടെത്തി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ രാജ്യാന്തര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്ക് യാഥാർത്ഥ്യമാവുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ കായിക മികവിന് അംഗീകാരമായി ഖേലോ ഇന്ത്യ സ്കീമിൽ ഉൾപ്പെടുത്തി 400 മീറ്റർ 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായി 9.5 കോടി രൂപയാണ് ലഭിക്കുന്നത്. കേരളത്തിൽ ഒരു എയ്ഡഡ് സ്ഥാപനത്തിന് ആദ്യമായാണ് ഖേലോ ഇന്ത്യ സ്കീമിൽ സിന്തറ്റിക് ട്രാക്ക് ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് സിന്തറ്റിക് അത്ലറ്റിക് ട്രാക്ക് അനുവദിച്ച വിഷയത്തിൽ MLAയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു നടത്തുന്നത് എട്ടുകാലി മമ്മൂഞ്ഞ് രാഷ്ട്രീയമെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. സ്ഥലം MPയും കേന്ദ്ര മന്ത്രിയുമായ സുരേഷ് ഗോപിയുടെയും PT ഉഷയുടെയും ശ്രമഫലമായാണ് കേന്ദ്ര സർക്കാർ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളേജിന് 9.5 കോടിയുടെ സിന്തറ്റിക് ട്രാക്ക് അനുവദിച്ചതെന്നും ഇവർ പറഞ്ഞു. NOC നൽകുക എന്നത് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയിലുള്ളത്. 1 രൂപ പോലും സംസ്ഥാന സർക്കാർ മുടക്കുമുതൽ ഇല്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. BJP നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, മണ്ഡലം പ്രസിഡന്റുമാരായ ആർച്ച അനീഷ്, PS സുഭീഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിപിൻ പാറമേക്കാട്ടിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിലൂടെ നിരവധി പേർക്ക് അടവും ആരോഗ്യ ജീവിതവും പകർന്നു നൽകുകയാണ് രാധ ടീച്ചർ. 15 വർഷമായി ഈ 55-കാരി കളരി പരിശീലിപ്പിക്കൽ തുടങ്ങിയിട്ട്. യുവതലമുറയെ കളരിപ്പയറ്റിലേക്ക് ആകർഷിക്കാനും ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴാതെ ആരോഗ്യ ജീവിതത്തിലേക്ക് വഴിനയിക്കാനുമായി എറവ് കോലാട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ഹാളിലാണ് രാധ ടീച്ചർ കളരി പരിശീലിപ്പിക്കുന്നത്. കൗമാരക്കാരായ കുട്ടികൾക്കും മുതിർന്ന സ്ത്രീകൾക്കും സ്വയം രക്ഷയ്ക്കുള്ള അടവുകൾ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമാണ് ടീച്ചറുടെ കളരി. സാധന ചെയ്ത് ശരീരത്തിനെയും മനസ്സിനെയും മെരുക്കിയെടുക്കുന്ന കലയായ മെയ്പ്പയറ്റ്, കോൽത്താരി, അങ്കത്താരി, വെറുംകൈ എന്നിങ്ങനെ അടവുകൾ ഓരോന്നായി ടീച്ചർ ശിഷ്യരെ പരിശീലിപ്പിക്കും. ചുവട് മാറി, ഓതിരം, ഒളവ്, മാറിത്തടുത്ത് കടകം. മുല്ലശ്ശേരിയിൽ 15 വർഷം മുൻപ് ഏതാനും കുട്ടികളെ വെച്ച് വേദ കളരി പാഠശാല സ്ഥാപിച്ചായിരുന്നു തുടക്കം. കളരിപ്പയറ്റിലും യോഗയിലും പ്രാവീണ്യം നേടിയ ഭർത്താവ് ഡോക്ടർ സുവ്രതനായിരുന്നു രാധ ടീച്ചറുടെ കളരി ജീവിതത്തിന്റെ വഴികാട്ടി. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ശിഷ്യർ ഇവർക്കുണ്ട്. മുഴുവൻ സമയവും കളരിപ്പയറ്റിനായി മാറ്റിവെച്ചവരാണ് ഈ ദമ്പതികൾ. കളരി പഠിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾ ഈ മദ്യം, മയക്കമരുന്ന്, കുട്ടികളെ 8ാം ക്ലാസ് തൊട്ട് കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. നമ്മൾ പോലും അറിയണില്ല. കുട്ടികളെ ഫോണിൽ നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങൾ ഈ മയക്കമരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പോണത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു ഇതേപോലത്തെ ക്ലാസ്സുകളിൽ പോയി ആ കുട്ടികളിൽ ഭയങ്കര മാറ്റം വരും. അതേപോലെ തന്നെ ആർക്കായാലും ശരീരത്ത് പ്രതിരോധ ശക്തി വർദ്ധിക്കും. പല സ്ഥലങ്ങളിലും കളരിപ്പയറ്റ് പരിശീലിപ്പിച്ച ശേഷം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ മറ്റുള്ളവർക്ക് പരിശീലനം നൽകാൻ ഏൽപ്പിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ കളരിപ്പയറ്റിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഒഴിവു സമയങ്ങളിൽ കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും ചീത്ത കൂട്ടുകെട്ടുകളും തുടങ്ങി ലഹരി ഉപയോഗം വരെ എത്തി നിൽക്കുന്ന ഇക്കാലത്ത് കഴിയാവുന്നത്ര പേരെ കളരിപ്പയറ്റിലേക്ക് എത്തിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമാക്കണമെന്ന ചിന്തയിലാണ് ഈ ടീച്ചർ. TCV ന്യൂസ്, തൃശൂർ. കാളികാപീഠം ജുന അഖാഡ കേരളത്തിലെ പ്രഥമ മഹാമണ്ഡലേശ്വരായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജന് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. മമ്മിയൂർ മഹാദേവ ക്ഷേത്ര പരിസരത്തെത്തിയ സ്വാമിജിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. വാദ്യഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ സ്വാമിജിയെ സ്വീകരിച്ച് സായി മന്ദിരത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സത്സംഗത്തിൽ സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ പങ്കെടുത്തവരെ മംഗളപത്രം നൽകി ആദരിച്ചു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മോഹൻദാസ് ചേലനാട്, IP രാമചന്ദ്രൻ, KK സുമേഷ്, മോഹനകുമാരി കുടത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിലേക്ക്. ചെരവാൻ പള്ളിയുടെ തിരുമുറ്റത്ത് നടന്ന ഇഫ്താർ സംഗമം സൗഹാർദ്ദത്തിന്റെ കൂടിച്ചേരലായി മാറി. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദിൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താറിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പങ്കെടുത്തു. മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, മുൻ MP TN പ്രതാപൻ, നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PS ദിനൽ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, DYSP VK രാജു, ഫാദർ പോൾ തോമസ് കളത്തിൽ, ചേരമാൻ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ സലീം നദവി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ദൈവവും തമ്മിൽ മാത്രമാണ് അതിനകത്തൊരു ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളത്. മനുഷ്യനെല്ലാവരും സ്വാർത്ഥരാണ്. നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. സ്വാർത്ഥത മാത്രമല്ല, ആഗ്രഹത്തെക്കാളേറെ അത്യാഗ്രഹമുള്ളവരാണ് ഓരോ മനുഷ്യരും. ഇന്നല്ല, മനുഷ്യന്റെ സൃഷ്ടി മുതൽ, ഒരു പക്ഷേ പ്രകൃതി അങ്ങനെ തന്നെയായിരിക്കാം മനുഷ്യന്റെ സൃഷ്ടിയിൽ തീർക്കപ്പെട്ടിട്ടുള്ളത്.
കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പി. നേതാക്കളെ സംരക്ഷിക്കുന്ന ഇ.ഡി. നിലപാടിനെതിരെ സി.പി.എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരത്ത് നടന്ന പൊതുസമ്മേളനം സി.പി.എം. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ടി. കെ. രമേശ് ബാബു അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ. ആർ. ജയത്രൻ, കെ. കെ. അബീദ് അലി, കെ. പി. രാജൻ, ഷീജ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം തുടങ്ങി. ദേശക്കാരുടെ വകയായുള്ള സമ്പൂർണ്ണ നെയ്വിളക്കിൽ ഭാഗഭാക്കാകുന്നതിനുള്ള നെയ് സമർപ്പണത്തിൽ വിവിധ ദേശങ്ങളിലുള്ള നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കിവച്ചിരുന്ന ഊട്ടുചരക്കിലാണ് ഭക്തർ കൂട്ടമായി നെയ് സമർപ്പിച്ചത്. ഗ്രാമബലി വരെയുള്ള 13 ദിവസങ്ങളിൽ ശ്രീലകത്തും ചുറ്റിലുമുള്ള എല്ലാ വിളക്കുകളിലും നെയ്ത്തിരിയാണ് തെളിയുക. ശാസ്താവിന് നിവേദിച്ച കടുമധുര നെയ്പായസം ഭക്തർക്ക് പ്രസാദമായി നൽകി. പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് തെളിഞ്ഞു. 13 ദിവസങ്ങളിലായി 23 ചുറ്റുവിളക്കുകളാണ് ഉള്ളത്. 3 ചുറ്റുവിളക്കുകളിൽ സമ്പൂർണ്ണ നെയ്വിളക്കോടെയാണ് നടത്തുക. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി പങ്കാളി ക്ഷേത്രങ്ങളിലും അനുബന്ധ ക്ഷേത്രങ്ങളിലും മാർച്ച് 30-ന് നെയ്യ് സമർപ്പിക്കും. CISF-ന്റെ 56-ാം സ്ഥാപിത വാർഷികത്തോടനുബന്ധിച്ച് തീരസുരക്ഷ രാജ്യസുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന സൈക്കിൾ റാലിക്ക് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ സ്വീകരണം നൽകി. കോസ്റ്റൽ പോലീസ്, കടലോര ജാഗ്രതാ സമിതി, ബീച്ച് ലവേഴ്സ് ക്ലബ്, മത്സ്യത്തൊഴിലാളികളുടെ വിവിധ യൂണിറ്റുകൾ എന്നിവർ ഒരുക്കിയ സ്വീകരണത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ മുബാറക്, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, ബ്ലാങ്ങാട് കൌൺസിലർ കബീർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെയുള്ള സൈക്കിൾ റാലി ഈ ആഴ്ച കേരളത്തിൽ തീരദേശ ജില്ലകളിലൂടെ കടന്നുപോകും. മുള്ളൂർക്കര വാഴക്കോട് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ പരിക്കേറ്റ് അവശനിലയിൽ കണ്ടെത്തിയ മ്ലാവ് ചത്തു. തെരുവ് നായ്ക്കൾ ഓടിച്ച് വീണ് പരിക്കേറ്റതാണെന്നാണ് സംശയിക്കുന്നത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി. വിനോദിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജഡം വടക്കാഞ്ചേരി വെറ്ററിനറി ആശുപത്രിയിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഹരിദാസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജിജേഷ് എം. ഇബ്രാഹിം, എ. പി. മുഹമ്മദ് ഷെരീഫ്, വാച്ചർമാരായ ബഷീർ, രതീഷ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന ആർട്ട് ക്യാമ്പ് തിരുവില്ലാമല കളർ മിക്സ് ആർട്ട് ഗ്രൂപ്പും ആനമല ഹോം സ്റ്റേയും സംയുക്തമായി വില്ലുവർണ്ണങ്ങൾ സംസ്ഥാന ആർട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചു. ആനമല ഹോം സ്റ്റേയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് മദനൻ നിർവഹിച്ചു. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ. പത്മജ അധ്യക്ഷയായിരുന്നു. കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് കോട്ടയ്ക്കൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം. ഉദയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, 10-ാം വാർഡ് പഞ്ചായത്ത് അംഗം കെ. പി. ഉമാശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന ചിത്രകലാ അധ്യാപകനായ കൃഷ്ണൻകുട്ടിക്കുള്ള ആദരവ് അദ്ദേഹത്തിന്റെ പുത്രി ഏറ്റുവാങ്ങി. ക്യാമ്പിന്റെ കോർഡിനേറ്റർ സജീവ് തോപ്പിൽ കോഫി പെയിന്റിംഗിൽ തീർത്ത തിരുവില്ലാമലയിലെ പ്രമുഖരുടെ ചിത്രങ്ങൾ ചിത്രകാരൻ മദനൻ കൈമാറി. കേരള ഖാദി ഗ്രാമവ്യവസായ അസോസിയേഷനെ പുനരുദ്ധീകരിച്ച സ്ലൈവർ പ്ലാന്റ് ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. 9 മാസമായി മുടങ്ങിയിരിക്കുകയായിരുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം സുരേഷ് ഗോപി MP-യുടെ കീഴിലുള്ള ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായത്തോടുകൂടിയാണ് പുനരാരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി. നരേന്ദ്രൻ, ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സംസ്ഥാന ഡയറക്ടർ CG ആണ്ടവർ, BJP തൃശൂർ സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ജലശേഖരം എന്നതിൽ നിന്ന് ഇനി വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി ആഗോളതലത്തിൽ തന്നെ വളരെ പ്രശസ്തയാവാൻ പോകുന്ന വെള്ളായണി കായലും വെള്ളായണി കാർഷിക ഗ്രാമവും ഒക്കെ ഉൾപ്പെടുന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ഇപ്പോഴും ആയിരുന്നു ഈ കയ്പമംഗലം മണ്ഡലത്തിൽ പട്ടയ അസംബ്ലിക്ക് തുടക്കമായി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വിവിധ വാർഡുകളിൽ നിലനിൽക്കുന്ന പട്ടയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചത്. E.T. ഡൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ സ്പെഷ്യൽ തഹസീൽദാർ PR അനു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, നിഷ അജിതൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, TK ചന്ദ്രബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു.
ലഹരിമുക്ത ഗ്രാമം എൻ്റെ ഗ്രാമം വോളി ഗ്രാമം എന്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂൾ ഗ്രൗണ്ടിൽ വോളിബോൾ കോച്ചസ് ക്ലിനിക് സംഘടിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സമ്മർ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിലേക്ക് പരിശീലകരെ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. മുൻ സംസ്ഥാന വോളിബോൾ താരം ഫക്രുദ്ദീൻ അബ്ബാസ് ഉദ്ഘാടനം നിർവഹിച്ചു. CK മധു അധ്യക്ഷത വഹിച്ചു. TV മണികണ്ഠലാൽ, KG കൃഷ്ണനുണ്ണി, PS സുമൻകുമാർ, PC രവി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സീനിയർ കോച്ച് സഞ്ജയ് ബാലിക, മുൻ ആർമി കോച്ച് KJ രാകേഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. മുളകുന്നത്താവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ട് 1.5 ലക്ഷം രൂപയുടെ ആശുപത്രി ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിന് നൽകി. 270 രോഗികൾക്ക് ആവശ്യമായ ട്രോളി, ഓക്സിജൻ സിലിണ്ടർ, സ്റ്റാൻഡ്, ഫോൾഡിംഗ് സ്ക്രീൻ തുടങ്ങിയ വിവിധ ആശുപത്രി ഉപകരണങ്ങളാണ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് നൽകിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹന A ഖാദർ ഓർമ്മക്കൂട്ട് ഭാരവാഹികളിൽ നിന്ന് ഏറ്റുവാങ്ങി. ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് CT ദേവി, വൈസ് പ്രസിഡന്റ് T സത്യനാരായണൻ, സെക്രട്ടറി VS സേതുമാധവൻ, ജോയിന്റ് സെക്രട്ടറി KT രാജമ്മ, ട്രഷറർ ആനന്ദരാജ്, KN നാരായണൻ, PR രാജേന്ദ്രൻ, CP ജോൺ, KA നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. മാള വലിയപറമ്പിൽ ജനവാസ മേഖലയിൽ MCF സ്ഥാപിക്കുവാനുള്ള മാള പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. വലിയപറമ്പിൽ നടന്ന ഉപവാസ സമരം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മുൻ പ്രസിഡന്റ് PD ജോസ് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി പാർട്ടി നേതാവ് ജിയോ ജോർജ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, സോയി കോലഞ്ചേരി, ബിനോയ് അതിയാരത്ത്, അമ്പിളി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിനോട് തൊട്ടടുത്തൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അവിടെയല്ലേ, എന്നെ ബാധിക്കുന്നില്ല എന്ന്. എനിക്ക് കൊടകര കുഴൽപ്പണ കേസിൽ BJPയെ സംരക്ഷിക്കുന്ന ED നീക്കത്തിനെതിരെ CPM ചാവക്കാട് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും CPM ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം TT ശിവദാസൻ, NK അക്ബർ MLA, AH അക്ബർ, MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നശിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനെ തിരിച്ചറിയുക. പാവറട്ടി കൈതമുക്ക് സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് വിതരണം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് കൈതമുക്ക് റംസാൻ റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് BE ഹംസ ഹാജി അധ്യക്ഷത വഹിച്ചു. വെൺമേനാട് ജുമാഅത്ത് ഖത്തീബ് C അബൂബക്കർ സദ്വി, പാവറട്ടി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് ഖാലിദ് സഹദി, ഹസൈനാർ ബാഖവി, കമാൽ മുസ്ലിം വീട്ടിൽ, ഇസ്മായിൽ കിഴക്കേതിൽ, RV മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. എറവ് സെന്റ് തെരേസസ് സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഗ്രേസ് ഡേ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും കുട്ടികളിൽ അവബോധം വളർത്തിയെടുക്കുന്നതിനായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിന് ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ ഇൻചാർജ് നീതു ചാക്കോച്ചൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ MC ജോസഫ് എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഴയന്നൂർ പൊട്ടിക്കോട് പുതിയതായി തുടങ്ങിയ അമ്മ കരുണാലയം അഗതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെർമൽ നിർവഹിച്ചു. അമ്മ കരുണാലയം പ്രസിഡന്റ് കുമാരിയമ്മ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, കരീം പന്നിത്തടം, രേഷ്മ ദീപുരാജ്, KM ഷക്കീർ, വാർഡംഗം ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധിജി പറഞ്ഞുള്ള ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ്. മനുഷ്യന്റെ ജീവിതം ഈ ഒരുമിച്ച് കൂടുന്നിടത്താണ്. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,360 രൂപ, പവന് 66,880 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,365 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
വീണ്ടും പ്രധാന വാർത്തകൾ. മതിലകം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ 2 പേർക്ക് ഇരട്ട ജീവപര്യന്തം. ശംഖുബസാർ സ്വദേശികളായ രശ്മി, ദേവൻ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ജനവാസ മേഖലയിൽ തുടർച്ചയായ പുലിയുടെ സാന്നിധ്യം മൂലം ചാലക്കുടിയിൽ ജനങ്ങൾ ഭീതിയിൽ. പുലിയെ പിടികൂടാൻ തിങ്കളാഴ്ച ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ദേശമംഗലം കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ തല്ലിച്ചതച്ചു. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി റോഡരികിൽ മെറ്റൽ കൂനുകൾ. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാട് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. നാലമ്പല വിളക്കുകപ്പ്, മാലകൾ, പൂവുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വഴിപാടുകളുടെ നിരക്കുകളാണ് വർദ്ധിപ്പിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.